ആലപ്പുഴ DMO ഓഫീസിലെ സ്ഥിരം റിസോഴ്സ് പേഴ്സണാണ്. അവിടെ നഴ്സുമാർക്കും ഡോക്ടേഴ്സിനുമാണ് ഞാൻ കൂടുതൽ ക്ലാസ് എല്ലാ വർഷവും ഒരു വർഷം 4-5 ക്ലാസ് എനിക്ക് അവിടെ ഉണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ 2 ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കഴിഞ്ഞതേ ഉള്ളൂ. അവർക്ക് ഞാൻ എടുത്ത ക്ലാസ് ആണ് എന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ എടുത്തത്. അതിന്റെ അടുത്ത 2 സൈക്കാട്രി കിടപ്പുണ്ടായി. അത് എടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാവുന്ന ക്ലാസ്സാണ്. പക്ഷേ ഇവിടെ എടുത്ത പലർക്കും അത് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അവർക്ക് ഞാൻ എടുത്ത ക്ലാസ്സിന്റെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ആദ്യത്തെ ഭാഗമാണ് ഇവിടെ എടുത്തത്. ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് അമ്മ അപ്പോയിന്റ്മെന്റ് എടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവന്നതിന് ശേഷം കുഞ്ഞിന്റെ പ്രോബ്ലം നമുക്കറിയാലോ. കേസ് എടുക്കുമ്പോഴത്തേക്കിന് നമ്മളെ പ്രധാനപ്പെട്ട മെയിൻ പ്രോബ്ലം നമ്മൾ അങ്ങോട്ട് ഇലിസ്ട്രേറ്റ് ചെയ്തെടുക്കും. കോൺസെപ്റ്റ് ഓഫ് ദ ഇൽനെസ് നമ്മൾ എടുത്തതിന് ശേഷം കേസ് എടുക്കുന്നത്. കൊച്ചിനെ 3 മാസമായിട്ട് കുഞ്ഞിന് സ്കൂളിൽ പോകുവാനായിട്ട് എഴുന്നേറ്റ് ഒരുങ്ങി കഴിഞ്ഞാൽ കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഭക്ഷണം എടുത്ത് സ്കൂളിൽ പോകാറായി കഴിയുമ്പോൾ കൊച്ചു വൊമിറ്റിംഗ് സെൻസേഷൻ തുടങ്ങും. ഭക്ഷണം വായിലോട്ട് വെച്ചാൽ വൊമിറ്റിംഗ്, ഉച്ച വരെ കൊച്ചിന് വൊമിറ്റിംഗ് ആണ്, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് 3 മാസമായിട്ടുള്ളൂ. കൊച്ചിനെ സ്കൂളിൽ പോകാനായിട്ട് പറ്റുന്നില്ല. എന്നാ എടുക്കും മാതാപിതാക്കൾ? നമുക്ക് അങ്ങനെ ഒരു മോളാണ്, നമ്മൾ എന്നാ എടുക്കും? ആ ഡോക്ടറെ അടുത്ത് ആദ്യമേ ആരെ കൊണ്ടുപോകും? സാധാരണ ഒരു ഫിസിഷ്യനെ കാണിച്ചു. ഇവര് ബേസിക് വർക്ക് നേഴ്സാണ്, ഫിസിഷ്യനെ കാണിച്ചു. പുള്ളിക്കാർ നോക്കി പ്രശ്നമൊന്നുമില്ല, ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ ചെറിയ മെഡിസിനെ കൊടുത്ത് ഒരു മാറ്റമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് പോകും ന്യൂറോളജിസ്റ്റിന് റെഫർ ചെയ്യും. ഫിസിഷ്യൻ കഴിഞ്ഞാൽ പിന്നെ അതിന് പോകും അല്ലെ, ന്യൂറോളജിസ്റ്റിന് റെഫർ ചെയ്യും. ഇപ്പൊ പരിശോധനകളെല്ലാം പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് പരിശോധനകൾ അങ്ങോട്ട് നടക്കും. മുടങ്ങുന്ന സ്കൂൾ അവസ്ഥയാണ് എന്റെ ഇതിലുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യും. ഇത് കൺസൾട്ട് ചെയ്ത് 3-3.5 മാസമായിട്ടും അവരെ ഏതെങ്കിലുമൊക്കെ മെഡിസിൻ കൊടുക്കും. കൊച്ചിന് ഒരു മാറ്റവുമില്ല. അന്നേരത്തേക്കാണ് പുള്ളിക്കാരത്തി എന്റെ നമ്പർ എടുത്തതിന് ശേഷം അച്ഛാ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എന്നെ സഹായിക്കും. ഞാൻ പറഞ്ഞു കൊച്ചിനെ കൊണ്ടുവന്ന് നോക്കാം, കണ്ടിട്ട് ഞാൻ നോക്കിയിട്ട് എനിക്ക് നേരത്തെ ഗ്യാരണ്ടി ഒന്നും ഞാൻ കൊടുക്കില്ല. ഞാൻ സാധാരണ കൊച്ചിനെ കൊണ്ടുവന്ന് കണ്ടിട്ട് എനിക്ക് മാനേജ് ചെയ്യാവുന്ന കേസാണെന്ന് വെച്ചാൽ അല്ല ഞാൻ റെഫർ ചെയ്ത് തരാം. എനിക്കറിയാം, ഞാൻ ഡയഗ്നോസിസ് ഭംഗിയായിട്ട് ചെയ്യും. ഏത് കേസാണെങ്കിലും ഡയഗ്നോസിസ് ചെയ്യണം. കൊണ്ടുവരാൻ പറഞ്ഞു. കൊച്ചിനെ കൊണ്ടുവന്നു. കൊച്ചിനെ വന്നു. കൊച്ചു ഭംഗിയായിട്ട് സ്കൂളിൽ കൗൺസിലിംഗ് ആണെന്ന് പറഞ്ഞു വന്നില്ല. കൊച്ചിനെ കൊണ്ടുവന്നു. അമ്മ വന്നു. അമ്മ എന്റെ അടുക്ക് കയറി. അമ്മ കൊച്ചിനെ പറ്റിയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചതിന് ശേഷം ഞാൻ കുഞ്ഞിനെ വിളിച്ചു. അമ്മ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പറയുന്ന കമന്റ് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോട് ഞാൻ കാണിച്ചു തരാം. കാരണം കൊച്ചിന് എതിര് വരുന്ന ഇഷ്ടമില്ലായിരുന്നു. കൗൺസിലിംഗ് എന്ന് പറയാം, ഇഷ്ടമില്ല. അമ്മയെ കാണിച്ചു തരാം. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളിങ്ങനെ ഒന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. കൊച്ചിനെ കയറ്റി ഫസ്റ്റ് സ്റ്റെപ്പ് റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് എനിക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാണ്ട് ഉള്ള കഴിവുള്ളത് കൊണ്ട്, കഴിവെന്ന് പറഞ്ഞാൽ ഞാൻ അഹങ്കരിച്ചല്ല പറയുന്നത്, അതിന് ടെക്നിക്സ് ഉള്ളത് കൊണ്ട് ഞാൻ റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്തു. കൊച്ചിനോട് കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു. കൊച്ചിന്റെ കൺസെന്റ് പഠിച്ചു. മോളെ നമുക്ക് ഇത് ഒന്ന് കൊച്ചു ഒരുക്കി നമുക്കൊന്ന് ഒരു ചെറിയൊരു തെറാപ്പി അച്ഛന് എടുത്തു തരാം, ഓക്കെ ആണെന്ന് ചോദിച്ചു. അല്ലാതെ ബില്ലിങ് അല്ലാതെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് വേണം. അപ്പൊ കൊച്ചു ഓക്കെ അച്ഛാ സമ്മതിച്ചു. കൊച്ചിനെ ഞാൻ തെറാപ്പി റൂമിൽ കൊണ്ടുപോയതിനു ശേഷം കുഞ്ഞിനെ കടത്തിയതിനു ശേഷം കുഞ്ഞിനെ ഹിപ്നോട്ടിക് നിദ്ര, കാരണം മനസ്സിന് സജഷൻ കൊടുക്കുന്ന സമയത്ത് മനസ്സുണർന്നു കഴിഞ്ഞാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ചില കേസിലെ ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നമ്മളെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡീപ് റിലാക്സേഷൻ, വേറെ ഒന്നുമില്ല. കൊച്ചിനെ ആക്കി ചേർത്തു. അതിനുശേഷം എൻ്റെ കൂടെ ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡന്റ്, ഒരു സിസ്റ്റർ പറഞ്ഞു കൊടുക്കുക ടൈം ലൈൻ തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പിയെ കൊടുക്കാൻ. അത് അപ്ലൈ ചെയ്തോളാം. ആ കുഞ്ഞിനെ അടുന്നു. അതിന്റെ അപബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ് വളരെ സജീവമാണ്. കുഞ്ഞിനെ അതിന്റെ ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞിനെ കൊണ്ടുപോകാം. അത് ജനിച്ചപ്പോൾ മുതലുള്ള ഇൻസിഡന്റ് കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് പെറുക്കിയെടുത്ത് ഓരോന്നും കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചപ്പോൾ കൊച്ചിന്റെ ഇമോഷണൽ പ്രോബ്ലംസ് കിടക്കുന്നതാണ് ഇതിലേക്ക് വരുന്ന കാര്യം. അമ്മ പറയാത്ത കാര്യം പോലെ കൊച്ചു പറഞ്ഞു. 5-ാമത്തെ വയസ്സിൽ കുഞ്ഞിനെ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമേ ഇമോഷണൽ ഷോക്ക്. അത് കൊച്ചെ പഠിക്കാൻ പോയപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ കുഞ്ഞിനെ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിലിരുത്ത് കൊച്ചിനെ അബ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തു. അത് കൊച്ചിനെ ആദ്യത്തെ ഇമോഷണൽ ഷോക്കായിട്ട് എവിടെ കിടന്നു? ബ്രെയിനിനെ ബാധിക്കുക. ഇവിടെ ഒരു ഫയൽ കിടക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് കണ്ണൂർ സൈഡിലോട്ട് ട്രാൻസ്ഫർ കിട്ടി കഴിഞ്ഞപ്പോൾ കൊച്ചിനെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് കുഞ്ഞിനെ ഈ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ കൊണ്ട് ആക്കി. സേഫ് ആയിരിക്കും. അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ കൊണ്ട് ആക്കിയെന്നതാ. പേടിക്കേണ്ട കാര്യമുണ്ടോ? കൊച്ചു പോയി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ കൊച്ചച്ഛനെ ചിറ്റപ്പന് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കൊച്ച് എന്റെ അടുക്ക് വരുമ്പോഴത്തേക്കിന് ആകെപ്പാടെ ഈ +1 കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന കൊച്ചിന്റെ അത്രയും ശകല പൊക്കം ഉണ്ടെന്നുള്ളതല്ലാതെ അതിനൊരു കണ്ടാൽ അഴകോ വലിയ സൗന്ദര്യമോ അതിന് ശരീരത്തിന് വലിപ്പമോ ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞാ. നമ്മൾ ചിന്തിക്കണമല്ലോ. പക്ഷേ ഈ ചിറ്റപ്പൻ ഈ കുഞ്ഞിന്റെ അടുക്കൽ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ പെരുമാറാനായിട്ട് കുഞ്ഞിനെ തുടങ്ങി. കൊച്ചിനത് കൊച്ചിനെ അദ്ദേഹം ഈ ഒരു ദിവസം കൊച്ചിനെ ചീത്ത വിളിച്ച് ഈ മനുഷ്യനെ പുളിയിലാക്കുന്നത്. കൊച്ചിന് അമ്മയോട് ആദ്യമേ അമ്മ സ്ഥലത്തില്ല, അപ്പനില്ല, കൊച്ചിന് പറയാൻ പറ്റുന്ന സാരും കൊച്ചിതുമായിട്ട് ആകപ്പാടെ മാനസിക വിഷമമുണ്ട്. കഴിഞ്ഞ് അമ്മ വന്ന് കൊച്ചു പറഞ്ഞു. പക്ഷേ
ഈ അനിയത്തിയുടെ ഭർത്താവിന്റെ കാര്യം നേരിട്ട് കൺഫ്രണ്ട് ചെയ്ത് ചോദിക്കാൻ ആർക്ക് പറ്റുന്നില്ല. അത് അമ്മയോട് കൊച്ചിന് ആർക്കെന്നതായി. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അമ്മ ഇത് ചോദിച്ച് നിർത്തുന്നില്ലെന്ന് പറഞ്ഞ് ആരോട് വിരോധമായി? അമ്മയോട് വിരോധമായി. ഇത് കോൺസെപ്റ്റ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നല്ല അതിന്റെ റിയാക്ഷൻ ഉണ്ടാകും. ഇതിവിടെ കിടക്കുക. ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള വേറെ ഇഷ്ടംപോലെ കേസുകളുണ്ട്. ഇത് മാത്രമല്ല ഫാമിലി ലൈഫിലെ കേസുകളൊക്കെ എടുത്തുണ്ടായി. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിവിടെ കിടക്കുന്നു. ഇത് രണ്ട് പ്രധാനപ്പെട്ട ഇൻസിഡന്റുകളാണ്. അതിന്റെ കൂടെ സാധാരണ ചെറിയ മൈൽഡ് ഇൻസിഡൻസ് ഉണ്ടായി. ഇത് കൊച്ചു പറഞ്ഞു. കൊച്ചെടുത്തതിന് ശേഷം ഈ പറയുന്ന കുഞ്ഞിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ ഇമോഷണൽ പ്രോബ്ലംസ് ഈ കുഞ്ഞിന്റെ തലച്ചോറിൽ നിന്നും നമ്മളെല്ലായിടത്തു ഈ ഫയലിനകത്ത് ഡിലീറ്റ് ചെയ്തു. നമുക്കറിയാമല്ലോ, ആവശ്യമില്ലാത്ത ഫയൽ എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഡിസൈഡ് സ്റ്റേറ്റ്, കൊച്ചിന്റെ മനസ്സിലെ സജഷൻ കൊടുക്കുക. സജഷൻ ഹിപ്നോതെറാപ്പി ഈസ് ഗിവിംഗ് ദ സജഷൻ ടു ദ അൺകോൺഷ്യസ് മൈൻഡ്. അത് പെട്ടെന്ന് ഫാസ്റ്റ് റിസീവ് ചെയ്യും. സജഷൻ കൊടുത്തു. കൊച്ചിന്റെ മനസ്സിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ കുഞ്ഞ് ഈ എങ്ങനെ പെരുമാറും. ആ സജഷൻ കൊടുത്തു. സജഷൻ റിസീവ് ചെയ്തു. ലാസ്റ്റ് ഞാൻ ചെന്നു. സാധാരണ ഞാനായതുകൊണ്ട് ലാസ്റ്റ് അവസാനം പ്ലസ് കലയെ കൈവച്ച് പരിശുദ്ധാത്മാവിനെ നല്ലോണം പ്രാർത്ഥിച്ച് ഞാൻ ഏത് കേസും അവസാനിപ്പിക്കുള്ളൂ. ഈ സ്റ്റേജിൽ ഹിപ്നോട്ടിക് നിദ്രയിൽ തന്നെ കൊടുക്കേണ്ട സ്റ്റേജാണ്. അല്ലാതാണെങ്കിൽ വെർബൽ കൗൺസിലിംഗ് ആണ്. അത് കൊടുത്തു കൊച്ചിനെ വിട്ടു. കേവലം 2 മണിക്കൂർ. പിന്നെ ആ കുഞ്ഞിനെ ഇന്നുവരെ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ ആ കുഞ്ഞ് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിന് പിന്നെ ഒരു പ്രാവശ്യം പോലും ഏതുണ്ടായിട്ടില്ല. ഈ എത്ര കാരണം കൊച്ചിന്റെ എവിടെയാ പ്രശ്നം, എവിടെ കിടക്കുന്നത്? ഹയർ ബ്രെയിൻ ഫംഗ്ഷൻ, ഇമോഷണൽ. മനസ്സിലായില്ലേ? ആ ഇമോഷണൽ പ്രോബ്ലം എടുത്തു കളയാതെ, അതാണ് രോഗമില്ലാത്ത, രോഗമുണ്ട്, രോഗലക്ഷണമുണ്ട്, പക്ഷെ രോഗമുണ്ടോ? ഇത് ഇഷ്ടം പോലെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. ഈ കേസുകൾ വേണേൽ ഇഷ്ടം പോലെ എനിക്ക് എടുത്ത് പറയാം. ഇത് ഞാൻ ഒരു കേസ് മാത്രം എടുത്തുള്ളത്. ഇത് ഫാമിലി കേസ് വരുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ കേസ് വരുന്നുണ്ട്, പ്രായമായിട്ട് കാണണം. പല നമ്മളുടെ പെരുമാറ്റങ്ങളും ഈ രോഗം അതിനെ പറയുന്നതാണ് സൈക്കോസോ. കേട്ടിട്ടുള്ള സൈക്കോസോമാറ്റിക് കേട്ടിട്ടുള്ളത്? സൈക്കോ മീൻസ് സോൾ, സോമ മീൻസ് ബോഡി, സൈക്കോസോമാറ്റിക് മീൻസ് രോഗമില്ലാത്ത രോഗലക്ഷണം. ഇത് ഇന്ന് കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന. അടുത്ത വരുന്നതാണ് പൂവർ കോൾസ്. അതിന്റെ കാരണം ഞാൻ അതോട് പറയുന്നത്. അടുത്ത ഇത് കുഞ്ഞുങ്ങളെ പറഞ്ഞ കോണ്ടാക്ട് ആറ്റിറ്റ്യൂഡ്. ഇതാണ് കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ്. ഈ ഹയർ ബ്രെയിൻ ഫംഗ്ഷന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് കോണ്ടാക്ട്. അമിതമായിരിക്കുന്ന ദേഷ്യം, അരിശം, അതുപോലെ തന്നെ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുക. അതെല്ലാം ഇതിനകത്ത് കടപ്പുണ്ട്. വേറെ ഇതിൽ കടപ്പുണ്ട്. നാളെ അടുത്ത ദിവസം ഞാൻ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്നത് അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ കോണ്ടാക്ട് പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്നതാ പൈസ മോഷ്ടിക്കുക, അതുപോലെ തന്നെ മദ്യപാനത്തിന് പോവുക, മറ്റു കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആവശ്യമില്ലാത്ത ഇപ്പോഴേ തുടങ്ങും എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് ആകുമ്പോഴേ എന്നാ തുടങ്ങും. ഇപ്പോഴത്തെ ഈ ഫ്ലാറ്റ് സിസ്റ്റവും സ്കൂളിലെ പഠിപ്പിലും ഒക്കെ ആകട്ടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അൺഹെൽത്തി അഫയേഴ്സ് ഇന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിൽ നോർമൽ ആണോ? കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്നിപ്പോ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു അല്ല, ആ മരിച്ചെടുത്ത് വെച്ചൊരു അമ്മയുടെ കാര്യം പറഞ്ഞ കേട്ടായിരുന്നോ? ആ അമ്മ എന്ത് തകർച്ചയിലാണെന്നറിയാവോ? ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞ് അമ്മയെ ധിക്കരിച്ചിട്ട് 2 പ്രാവശ്യം 20 വയസ്സുള്ള ഒരുത്തിനെ ഫ്ലാറ്റിൽ വിളിച്ചു കയറ്റി. 2 പ്രാവശ്യം. അവിടെ അബ്യൂസ് വേറെ ഒന്നും നടന്നിട്ടില്ല. അബ്യൂസിന് വേണ്ടിട്ട് കൊണ്ടുവന്ന് ആ കൊച്ചിനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നടക്കുന്നില്ല. ഈ പ്രോബ്ലം ആൾക്ക് കൊണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ, നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളെ, പാകിസ്ഥാനത്തുള്ള കൊച്ചിനെ കൊച്ചിനെ ഞാൻ വിളിച്ചപ്പോഴാ മാതാപിതാക്കളെ മദ്യം ഉപയോഗിക്കാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ. ഈ പ്രശ്നങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഏതാ? കുഞ്ഞിന്റെ ഞാൻ പറഞ്ഞ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവും. വയറിന് പ്രോബ്ലം ഉണ്ട്, വയറിന് പ്രോബ്ലം. കാലിനുണ്ട്, കാലിന് പ്രോബ്ലം. ഈ ഹയർ ബ്രെയിൻ ഫംഗ്ഷന്റെ ഇതിന്റെ കമ്പോണൻസിൽ ഇത് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന, ഈ സാധനം ഡെവലപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്യുന്ന ടൈം ഏതാ? ഈ തിങ്കിങ് പവർ ഡെവലപ്പ് ചെയ്യുന്ന സമയം ഏതാ? ഇത് ഗ്രോത്തിലേക്ക്, മച്ചുരിറ്റിയിലേക്ക് വരുന്ന സമയമാണ്. ജനിച്ച് അന്ന് മുതലേ 10, 18, 20 വയസ്സുള്ള സമയം. ആ ടൈമിൽ നമ്മളെ ഇതിന് ഡിഫക്റ്റ് ഉണ്ടാകാതെ നോക്കുക. അത് ഉണ്ടാകുന്ന ഒരു പേരന്റിങ് സമ്പ്രദായം ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഏത് ഡെവലപ്പ് ചെയ്യുന്നത്? ഈ പ്രോബ്ലം ആണോ? അച്ഛൻ പറയുന്നത് ശരിയാണോ? ഇതാണ് ഇതിൻ്റെതായിരിക്കുന്ന പ്രശ്നം. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്. നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ അടുത്തതാണ് എവർസിക് ചൈൽഡ്, വിട്ടുമാറാത്ത ലോകലക്ഷണം വരുന്നതാണ് തലകറക്കം, ബോധക്ഷയം, തലവേദന, വയറുവേദന, ഛർദി, ആവർത്തിക്കുന്ന ചികിത്സകളെ, പരിശോധനകളെ, മുടങ്ങുന്ന സ്കൂള്, മൺഡേ മോർണിംഗ് സെന്റർ. മൺഡേ മോർണിംഗ് സെന്റർ അറിയാവോ? നമുക്ക് ജോലി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാകും. 2 ദിവസം അവധി കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവില്ലേ? പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ അതെല്ലാവർക്കും അതുണ്ടാകും. മൺഡേ മോർണിംഗ് സെന്റർ. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നതും ഇതിൽ അക്യൂട്ട് സ്റ്റേജിലേക്ക് വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ദെൻ യെസ് കൊടുത്തിരുന്നു കംപ്ലീറ്റ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ പ്രോഗ്രാം ഇത് മുഴുവൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഓരോന്നും ഓരോ സ്ലൈഡ് ആയിട്ട് എടുത്ത് പഠിച്ചിരുന്ന തലച്ചോർ സംബന്ധമായിരിക്കുന്ന പെർഫോമൻസ് ഉണ്ടെങ്കിൽ ആദ്യമേ വി വിൽ എക്സാമിൻ വെദർ ദേ ഹാവ് എനി
എപ്പിലെപ്സി, സീഷർ ഓർ എനി ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുമെന്ന് നോക്കണം. ഫസ്റ്റ് നമ്മളെ ചെക്ക് ചെയ്യേണ്ടതാണ് കുഞ്ഞുങ്ങളുടെ പഠന നിലവാരത്തിൽ പ്രോബ്ലം. സെക്കൻഡ് നമ്മൾ അസസ് ചെയ്യുന്ന പോലെ there is any problem in the എന്നതാ ഐസൈറ്റ് ആൻഡ് ഹിയറിംഗ്. ഇതിന്റെ പ്രോബ്ലം ഉണ്ടായെങ്കിൽ കുഞ്ഞുങ്ങൾ ഏതിനെ ബാധിക്കും? സ്കൂൾ പെർഫോമൻസ്. ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ട മേഖലകൾ. അത് സാറിന് ഞങ്ങൾ ഒരു കൊച്ചിനെ വന്നു കഴിഞ്ഞാൽ ഈ മേഖലകളെ ഞങ്ങൾ ചെക്ക് ചെയ്യേണ്ട, ഞങ്ങൾ ചെക്ക് ചെയ്യും. ബാക്കി ചെയ്യേണ്ടത് ആര് ചെയ്യണം? ഫിസിഷ്യനും സൈക്കാട്രിസ്റ്റും. എന്നിട്ട് നമുക്ക് കൊച്ചിന്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് പ്രോബ്ലം IQ. അടുത്ത വന്നതിന് ശേഷം ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പറാക്ടി, അതും ഒരു ഇതായിട്ട് എടുക്കേണ്ടതായിട്ടുള്ള. ദെൻ അടുത്തത് എനി ലേണിംഗ് പ്രോബ്ലം, ലേണിംഗ് ഡിസ്ലേഷ്യ. ദെൻ അടുത്തത് ഏതാ? എനി ഇമോഷണൽ ഡിസോർഡേഴ്സ്. ദെൻ അത് വൈകാരിക. ദെൻ എൻവയറമെന്റൽ ഘടകം. ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാലാണ് ഇത് മുഴുവൻ ചെക്ക് ചെയ്താലേ കുഞ്ഞിന്റെ സ്കൂൾ പെർഫോമൻസിന് എടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് അതിന്റെ ഗ്രേഡിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഈ കാര്യത്തിന് ഇത് കറക്റ്റ് ചെയ്യുവാനായിട്ട് നോക്കണം. അവിടെ വരുമ്പോഴേ മിക്കവാറും ഈ കുഞ്ഞുങ്ങളിലെ പഠിച്ചുകൊണ്ട് വരുന്ന ഒരുമാതിരി ആവറേജ് പഠിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ പെർഫോമൻസിൽ ഉണ്ടാകുന്നത് അവർ അഡോളസൻസിലേക്ക് കയറുന്ന സമയത്താണ് അവർ ഗ്രേഡ് താഴ്ന്നു പോകുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ആണോ? ശരിയാണോ? ചെറുപ്പത്തിൽ കുഴപ്പം. അതുകൂടെ പറഞ്ഞേ, എന്റെ അച്ഛ 6ാം ക്ലാസ് വരെ കൊച്ചിനെ എന്നാ എല്ലാത്തിനും കൊച്ചു ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഇപ്പൊ കൊച്ചൊക്കെ പുറകോട്ട് പോവാ. കാരണം കൊച്ചിനെ ഏത് ഡെവലപ്പ് ചെയ്തു? അഡോളസൻസിലേക്ക് കയറി കഴിഞ്ഞപ്പം കൊച്ചിന്റെ ഏതിൽ മാറ്റം വരാൻ തുടങ്ങി? ഹയർ ബ്രെയിൻ ഫംഗ്ഷന്റെ പ്രവർത്തനത്തിൽ എന്താ ഉണ്ടാകാൻ തുടങ്ങി? തിങ്കിങ്ങിൽ വ്യതിയാനം ഉണ്ടായി. ഇസ് ഇറ്റ് ക്ലിയർ? അവിടെ വ്യതിയാനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായി. then it is going to affecting their എന്താ ബിഹേവിയർ. അന്നേരത്തേക്കാണ്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും പറഞ്ഞത് 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ കൊച്ചു ഒരു കുഴപ്പം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ അവിടെ ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ 6ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു പോയ പറഞ്ഞില്ലേ, അന്നേരം തന്നെ നമ്മളെ കുഞ്ഞിനെ സൂക്ഷ്മമായിട്ട് അതിന്റെ നേച്ചറെ, അതിന്റെ നർച്ചറിങ്, അതിന്റെ എൻവയറമെന്റ്, അതിന്റെ ടെമ്പറമെന്റ് നമ്മൾ അസസ് ചെയ്തിട്ട് ആ സമയത്ത് നമ്മൾ എന്നാ എടുക്കണം? ഇന്റർവെൻഷൻ നടത്തണം. പക്ഷെ നമുക്കതിന് നേരമുണ്ടോ? നമുക്ക് നമ്മുടെ ജോലി, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ശ്രദ്ധിക്കാനായിട്ട് എവിടെ ഉണ്ടോ? നമ്മുടെ സമയം, നമുക്ക് ജോലി, പണം, മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കറിയാലോ, ഒന്നീ ഭർത്താവ് ഒരിടത്തെ, എന്നാ ഭാര്യ ഒരിടത്തെ, കുഞ്ഞുങ്ങൾ ഒരിടത്തെ. ഇനി വന്നാൽ പോലും നമ്മുടേതായിരിക്കുന്ന ജോലി ഭാരം കഴിഞ്ഞിട്ട് നമുക്ക് വി കനോട്ട് ഹാവ് ഇനഫ് ടൈം ടു സ്പെൻഡ് വിത്ത് ദ ചിൽഡ്രൻ. അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത ഇതിന് നമുക്ക് റെമഡിയൽ, ഇത് നമുക്ക് എന്തൊക്കെയാണ്? ഞാൻ കാര്യം മാത്രം പറഞ്ഞൊരു കാര്യമുണ്ടോ? റെമഡിയൽ മെത്തേഡ് നോക്കണം. അതിന് ഇന്ന് മാതാപിതാക്കൾക്ക് റെമഡിയൽ മെത്തേഡ് കൊടുക്കുന്നത് ഫാസ്റ്റ് ഹെൽപ്പിംഗ് ദ ചൈൽഡ് ഫോർ ദ വെന്റിലേഷൻ. വെന്റിലേഷൻ മീൻസ് എന്നതാ? ഇമോഷണൽ കഥാസിസ്. അല്ല, ഈ കൊച്ചിനെ ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ ഒന്ന് തുറന്നു പറഞ്ഞ് മനസ്സിലുള്ളത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതിനെ വേണ്ട ഒരു പോസിറ്റീവ് ഇന്ററാക്ഷൻ, അപ്പനും അമ്മയോടുള്ള ഒരു മാനസിക അടുപ്പം ആർക്കുണ്ടാകണം? കുഞ്ഞുങ്ങൾക്കുണ്ടോ? കുഞ്ഞുങ്ങളെ അപ്പന്റെ അമ്മയുടെ അടുക്കളൊന്നും പറയുകയില്ല. നേരെ മറിച്ച് കൊച്ചിനെ എന്നാ ഉണ്ട്? ഈ മൊബൈലുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചിനെ, അത് നമ്മുടെ നാട്ടിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് 17 വയസ്സാകുമ്പോഴത്തേന് 250 cc പൾസർ എന്നാ ഉണ്ട്? ബൈക്കും ഉണ്ട്. പിന്നെ കൊച്ച് അപ്പനോടും അമ്മയോടും പറയുന്നതിന് പകരം ഈ കുഞ്ഞ് പഠനം കഴിഞ്ഞതിന് ശേഷം, ഞാൻ ഈ അടുത്ത സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു സെക്ഷൻ ഇതുപോലെ എടുത്തു കഴിഞ്ഞപ്പോൾ 20-22 കുഞ്ഞുങ്ങളെ കൗൺസിലിങ്ങിന് വരും. RIT പാമ്പാടി പോയി കഴിഞ്ഞപ്പോഴത്തേന് അന്നേരം പറഞ്ഞ മണിക്കൂറുകളെ വൈകിട്ട് വന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ 4 മണി 10 മണി മുതൽ 12 മണി 1 മണി വരെ ഇരുന്നതിന് ശേഷം അപ്പനും അമ്മയോട് പറയാതെ ഇവന്മാരെ ഇന്റർനെറ്റിന്റെ അകത്തോ അല്ലെങ്കിൽ മൊബൈലിന്റെ അകത്തോ ചാറ്റിങ്ങും ചീറ്റിങ്ങും. ഈ കൊച്ചിന് പിന്നെ പഠിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് കുഞ്ഞുങ്ങൾ തലമുറ പോകും. ദേ ആർ നോട്ട് വെന്റിലേറ്റിംഗ് വിത്ത് ദ പേരൻസ്, ബട്ട് ദേ ഇപ്പൊ എന്നതാ ഇന്റർനെറ്റും പരിപാടി സ്കൈപ്പും എല്ലാം ഉള്ളത് കൊണ്ട് സോഷ്യൽ നെറ്റ്വർക്ക് ചാനൽസിൽ കയറിയ ശേഷം അവർക്ക് ഇഷ്ടം പോലെ ഈ ലോകത്തിൽ കാണാത്തതുണ്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പത്രത്തെ വന്നത് 22 വയസ്സുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് 2-3 വർഷം ഒന്നാന്തരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയതിനു ശേഷം അവനും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇറങ്ങി കാസർഗോഡ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് 75 വയസ്സുള്ള എല്ലാം കഴിഞ്ഞ് നടത്തിയൊരു കളവനെയാണ്. ഞാൻ 47 കഴിഞ്ഞുള്ളൂ കേട്ടോ. ഞാനില്ലേ എബി പറഞ്ഞപ്പോഴത്തേക്ക് ലേറ്റ് മാരേജ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ചു കാണും. പക്ഷെ ഞാനിത് കർമ്മിക്കാൻ നടക്കുന്നത് കാരണം എനിക്ക് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. കാരണം ഇങ്ങനെ ഇരുന്നാലും എനിക്ക് എന്റെ കഴിവിനെ, എനിക്കെന്നാ ഡൈയിങ് ബിഫോർ ഡൈയിങ് വേണമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്ന വളരെ ഡൈയിങ് ബിഫോർ ഡൈയിങ്, അത് കാരണം അത് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് അന്നേരം പോലെ 35 വയസ്സ് പോലെ കുഴിമരത്തിരുന്നപ്പം പോലെ തുടങ്ങിയതായി പരിപാടി. അതങ്ങനെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. കാരണം ഇത് എന്നതാ
ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് ഇതെന്നതാ, ഇത് ഒരു അഴകാണോ? പ്രായമേതിനാ? ഇത് 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 കറുപ്പിച്ചുകൊണ്ട് എന്റെ പ്രായം കുറവേ കൂടുതൽ ചെയ്യുമോ? നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പ്രായമായി നിന്നെടുക്കാൻ പറ്റുകയില്ല. അക്സെപ്റ്റ് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടോ? ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആവശ്യമില്ലാത്തതെല്ലാം വാരി തേച്ചതിന് ശേഷം നമ്മളിങ്ങനെ നടക്കുന്ന കാര്യം. നോക്കിക്കേ, കുഞ്ഞുങ്ങൾക്ക് ടൈം കിട്ടുന്നില്ല, ആത്മവിശ്വാസമില്ല കുഞ്ഞുങ്ങളുമായിട്ട്. അതുകൊണ്ട് ഹെൽപ് ദ ചൈൽഡ് ടു വെന്റിലേറ്റ് ഹിസ് പ്രോബ്ലംസ്. അപ്പനും അമ്മയുമായിട്ട് അവന്റെ മനസ്സിലുള്ളത് ഒന്ന് തുറന്നു പറയാനായിട്ടുള്ള എന്നാ ഉണ്ടാക്കി കൊടുക്കുക. ഇത് തന്നെയാ ഭാര്യമാര് പറയുന്നത് കേട്ടോ. ഈ ആശുപത്രിയിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ട് ടെൻഷനായിട്ട് വന്നു കഴിയുമ്പോഴത്തേനെ ഈ പറയുന്നത് കേൾക്കാനായിട്ടുള്ള അവസരം ആർക്കുണ്ടാവണം? അല്പസമയം. ഇവരെ വലിയ കാര്യത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇവര് പറഞ്ഞത്. കടന്നു വരുമ്പോഴത്തേക്കിനാ നമ്മൾ എത്ര പറഞ്ഞിട്ട് ഒരു റെസ്പോൺസും ഇല്ലാതെ വരും. അന്നേരം നമ്മൾ തുള്ളി അകത്തോട്ട് പോകും. അന്നേരത്തേക്കിനാണ് പഴയ ഒരു കൂട്ടുകാരനെ ഇങ്ങോട്ടൊരു കോള് വരുന്നത്. പിന്നെ അവരുമായിട്ട് അവിടെ ഇരിക്കും. പിന്നെ അവസാനം പിന്നെ ഇവൻ കുടിയിലും പോകും, ഇവരിങ്ങനെ ഇതിലും പോകും. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളാണ്. അച്ഛനുള്ള യാഥാർത്ഥ്യം പറയുന്നത്. അതുകൊണ്ട് ഗീവ് ദ ടൈം ഫോർ എന്തിനു വേണ്ടിട്ടാ? വെന്റിലേഷൻ. ഇതന്നെ അർത്ഥം തന്നെ എക്സ്പ്ലനേഷൻ. ഓരോ ജീവിതത്തിന്റെ നിമിഷങ്ങളിലും ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിരിക്കുന്ന പോസിറ്റീവ് ഗ്രോത്തിനുള്ള എക്സ്പ്ലനേഷൻസ് ആരിൽ നിന്നും കിട്ടണം? പേരൻസ് നിന്നും കൊടുക്കുന്നുണ്ടോ നിങ്ങളെ? ഞാൻ പറഞ്ഞല്ലോ എക്സ്പ്ലനേഷൻ. ആ കൊച്ചു വന്ന് അമ്മയെ കുഞ്ഞുങ്ങളെ മോശമാണെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ അത് വെന്റിലേറ്റ് ചെയ്ത് ആ സമയത്ത് ആവശ്യമായിരിക്കുന്ന ഉണ്ടായിരുന്നു എക്സ്പ്ലനേഷൻ കൊടുക്കുമായിരുന്നേ. ഈ കുഞ്ഞ് ഞാൻ മുമ്പേ പറഞ്ഞ കുഞ്ഞു തകരുമായിരുന്നോ? നമ്മൾ ചെയ്യുന്നുണ്ടോ? ഈ ഓരോ നിമിഷങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. അതിന് അച്ഛന്മാർക്ക് പങ്കുണ്ട്. സൺഡേ സ്കൂള് ടീച്ചേഴ്സിനുണ്ടോ? നന്നായിട്ട് നമ്മുടെ സൺഡേ സ്കൂള് ഭംഗിയായിട്ട് നല്ലൊരു റിസോഴ്സസ് ആണ് വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഭംഗിയായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ ആർക്ക് സാധിക്കണം? ചുമ്മാ ഈ സൺഡേ സ്കൂളിന്റെ കരിക്കുലം വെച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് മാത്രം പറഞ്ഞാൽ പറ്റുമോ? അതുപോരാ. ഓരോ ദിവസവും ഓരോ സൺഡേ സ്കൂൾ അധ്യാപകരും ഓരോ പോസിറ്റീവ് തിങ്കിങ് ഈ കുഞ്ഞിന്റെ മനസ്സിൽ നല്ല മൂല്യങ്ങളുള്ളത് ഓരോ ക്ലാസ്സിൽ ഓരോ ഞായറാഴ്ച ആർക്ക് കിട്ടണം? ഈ കൊച്ചിനെ പ്രിപ്പയർ ചെയ്ത് സൺഡേ സ്കൂൾ അധ്യാപകർ പോകാറുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യയോട് ഞാൻ എപ്പോഴും പറയും, നീ സ്കൂളിൽ പോകുമ്പോഴത്തേന് ആദ്യമേ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓരോ കട്ടിങ്സ് എടുത്ത്, ഞാൻ നഴ്സിംഗ് നഴ്സിംഗ് കോളേജിൽ പോയി പഠിപ്പിക്കാൻ ഞാൻ എന്ത് തന്നാലും ഞാൻ അന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു പോസിറ്റീവ് തിങ്കിങ് ഏതെങ്കിലും ഞാൻ വായിച്ചിട്ട് കട്ടിങ് എടുത്തുകൊണ്ട് പോകും. എന്റെ ലാപ്ടോപ്പിനകത്ത് ബാഗിനകത്ത് ഒരു 10 രൂപ കട്ടിങ് കടപ്പുണ്ടായി. അത് കൊടുത്ത് വായിച്ചിട്ട് ഞാൻ അവരെ പോസിറ്റീവ് മോട്ടിവേഷൻ കൊടുത്തിട്ട് ഞാൻ ക്ലാസ് എടുക്കാറുള്ളൂ. ഇത് അധ്യാപകർ ചെയ്യണം, അപ്പൻ ചെയ്യണം. ദാറ്റ് ഈസ് ഗിവിംഗ് ദ എന്നതാ എക്സ്പ്ലനേഷൻ. ഇത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സംഗതിയാണ്. Then next one is reassurance. ഓരോ കുഞ്ഞുങ്ങൾക്കും ജീവിതത്തിൽ ഓരോ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, ഓരോ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ റീഅഷ്യൂർ ചെയ്യണം. യെസ് യു ക്യാൻ, നിന്നെ കൊണ്ട് പറ്റും, നിനക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും, നിനക്ക് കിട്ടിയിരിക്കുന്ന മാർഗം ഇത്രയാണ്. നമ്മൾ റീഅഷ്യൂറൻസ് അല്ല കൊടുക്കുന്നത്. പിന്നെ എന്നാ കൊടുക്കുന്നത്? ഒരു അധികാര സന്തതിയല്ലേ, എങ്ങനെ ശരിയാകാൻ പോകും അല്ലേ? ഇതല്ലേ പറയുന്നത്. ആ കുലം എന്ന് പറയുന്നത് എന്നാ, നമുക്ക് ആകെപ്പാടെ നമ്മളെ നിരാശപ്പെട്ടിരിക്കുക ഇതിയാന്റെ കുലത്തോടെ. അന്നേരത്തേക്കാണ് ഇത് നീയൊക്കെ ഇതിയാന്റെ വിത്തല്ലേ? അന്നേരത്തേക്കിന് ഇവിടെ ഇങ്ങനെ പറയും, എന്റെ വിത്താണെന്ന് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ഇതിയാന് ചോദിക്കും. എന്നിട്ട് പിന്നെ അടുത്തത് ഇത് പറയുമ്പോ ഇവളിത് പറയുമ്പോഴത്തേക്കാണ് ഇത് പറയുന്നത്. അപ്പം നമ്മൾ നേരെ മറിച്ച് each and every moment you are able to reassure your child. ആ കുഞ്ഞിനെ റീഅഷുറൻസ് കൊടുക്കണം. എത്ര തകർച്ചയായിക്കോട്ടെ, ആ തകർച്ചയായെങ്കിലും അത് നിന്റെ അടുക്കൽ വന്ന് വെന്റിലേറ്റ് ചെയ്ത് അതിന് നിന്നിൽ നിന്ന് എന്നാ കിട്ടണം? റീഅഷുറൻസ് കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് ഏത് തകർച്ച ഉണ്ടായാലും ആരുടെ അടുക്കലേക്ക് കൂടി വരും. അതുകൊണ്ടാണ് ഈ റീഅഷുറൻസ് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു മനുഷ്യൻ അവസാനം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോഴത്തേന് കയറി വന്ന് പറഞ്ഞു, എന്നതാ അപ്പ നിന്നോട് സ്വർഗത്തോടും. അപ്പം അപ്പൻ അറിയാം, എന്റെ അപ്പനോട് ഞാൻ ഇത് പറഞ്ഞാൽ എനിക്ക് എന്നാ കിട്ടും? റീഅഷുറൻസ് കിട്ടുമെന്ന്. അന്നേരം നമ്മൾ ചാടി തുള്ളി ബഹളം ഉണ്ടാക്കി കൊച്ചിനെ നീ ഒന്ന് ശരിയാകുമെന്ന് പറഞ്ഞ് പോകുന്നാട്ടാണ്. സോ റീഅഷുറൻസ്. നെക്സ്റ്റ് വൺ ഈസ് ഹെൽത്തി ഡൈവേർഷൻ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പോസിറ്റീവായിട്ട് ജീവിതം ഡൈവേർട്ട് ചെയ്ത് വിടുവാനുള്ള ക്രമീകരണം ആര് ചെയ്തു കൊടുക്കണം? പേരൻസ് ചെയ്തു കൊടുക്കണം. നമ്മൾ എന്നതിന് മാത്രമേ ഹെൽത്തി ഡൈവേർഷൻ ഉള്ളൂ. Only for the academic development and the physical growth. ആണോ? ശരിയാണോ? അതിനുവേണ്ടിയുള്ള നമ്മൾ ആകെപ്പാടെ കൊച്ചിന് എന്നാ എടുക്കണം? LKG അങ്ങോട്ട് കൊണ്ട വിടുമ്പോഴത്തേക്കിനെ കൊച്ചിനെ കുറിച്ച് ബോധറാ. ഈ LKG ചെന്നതിന് ശേഷം കൊച്ചു പഠിക്കുന്ന സമയത്ത് കൊച്ചിനെ വേണം GK പഠിക്കണം, പിന്നെ എന്നാ പഠിക്കണം? വാല്യൂ എഡ്യൂക്കേഷൻ പഠിക്കണം. വാല്യൂ എഡ്യൂക്കേഷൻ പഠിക്കാൻ LKG എന്നാണ് പഠിക്കേണ്ടത് കൊച്ച്. പിന്നെ എവിടെ പഠിക്കണ്ടേ? വീട്ടിൽ നിന്ന് LKG വാല്യൂ എഡ്യൂക്കേഷൻ പഠിക്കണം, GK പഠിക്കണം, സയൻസ് പഠിക്കണം, കമ്പ്യൂട്ടർ പഠിക്കണം, മാത്സ് പഠിക്കണം. പിന്നെ എന്നാക്കിയാ ഇല്ലാത്തതെല്ലാം പഠിക്കണം. എത്ര പഠിക്കുന്ന വെച്ചാ
ആ KG പഠിക്കുന്ന കൊച്ചെ. എന്നിട്ട് ടീച്ചർമാർ പറയും അവിടെ ചെല്ലുമ്പോഴും കൊച്ചിനെ എല്ലാത്തിനും 100 മാർക്കും കിട്ടും. ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് കൊച്ചിനോട് തിരിച്ചു വന്നതിന് ശേഷം കൊച്ചിനെ 199 കിട്ടി കഴിയുമ്പോഴത്തേക്ക് തള്ള പറയുന്നതാ എന്റെ കാശ് മുടിക്കാനായിട്ടുണ്ടായതായിരുന്നു. വല്ലതും പഠിച്ചിട്ടാണോ എന്റെ സാബു ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? അത് വല്ലതും പഠിക്കുമായിരുന്നു ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ പറ്റുമായിരുന്നോ? അന്ന് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പം നമ്മളന്ന് ആശാന്റെ കളറിൽ പോയതിനു ശേഷം മലയാളമൊക്കെ എഴുതി പഠിച്ചതിന് ശേഷം എവിടെ നാട്ടിൽ പരുത്തിപ്പാറയിലൊക്കെ പോയി പഠിച്ചിട്ട് വന്നു. നമുക്ക് വല്ല ഉറപ്പുണ്ടോ ഇത് വല്ലതും പഠിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾ വല്ലതും ശരിയാകുന്നുണ്ടോ? കാരണം എന്നാ ഡെവലപ്പ് ചെയ്യുന്നില്ല? ബ്രെയിൻ ഷേപ്പ് ഉണ്ടോ? ബാക്കിയെല്ലാം ഉണ്ടായി, ഇതെല്ലാം പഠിക്കും. ഇതാണ് കുഴപ്പം. സോ നമ്മൾ നോക്കിക്കേ, ഈ കുഞ്ഞിനെ എന്നാ എടുക്കണ്ടേ? ഓരോ നിമിഷത്തിലും കുഞ്ഞിന്റെ ലൈഫിനെ ഹെൽത്തി ആയിട്ട് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ അടുത്തതാ റിക്രിയേഷൻ. ഇന്ന് ആകെപ്പാടെ കുഞ്ഞുങ്ങൾക്ക് ഉള്ള റിക്രിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഈ TV മാത്രമേ ഉള്ളൂ. അതല്ല, അവർക്ക് പോസിറ്റീവായിട്ട് അവരുടെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഏതെങ്കിലും നല്ല റിക്രിയേഷനിലേക്ക് ആര് കൊണ്ടുപോകണം? കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കണം. അതും നമുക്ക് ടൈമില്ല. ദെൻ ഇംപ്രൂവിംഗ് ലൈഫ് സ്കിൽസ് ആൻഡ് സോഷ്യൽ സ്കിൽസ്. അത് കുഞ്ഞുങ്ങൾക്കുണ്ടാ. അത് 10 ടോപ്പ് ലൈഫ് സ്കിൽസ് ഉണ്ട്. കേട്ടിട്ടുണ്ട്? അറിയാവുന്നവരറിയോ? ലൈഫ് സ്കിൽസ് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറയാൻ സമയമില്ല. അടുത്ത വർഷം ക്ലാസ്സിൽ ഞാൻ വിളിച്ചാൽ അതിന് വേണ്ടേ പറഞ്ഞുതരാം. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞാൽ ദഹിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചത്തെ മുമ്പത്തെ മനോരമയുടെ പഠിപ്പുര എടുത്ത് നോക്കി ലൈഫ് സ്കിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നു? ആരെങ്കിലും വായിച്ചായിരുന്നോ? 2 ആഴ്ച മുമ്പുള്ള ചൊവ്വാഴ്ചത്തെ പഠിപ്പുരയിലെ ഒരാഴ്ചയായിട്ട് കുഞ്ഞുങ്ങളുടേതായിരിക്കുന്ന ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിനൊക്കെ ഈ പഠിപ്പുരയിൽ ഉണ്ടായിരുന്നു. കുവൈറ്റിൽ കിട്ടത്തില്ല. നിങ്ങൾ ഇത് നെറ്റിൽ അടിച്ചു കൊടുത്തു നോക്കിയോ? പഠിപ്പുര നെറ്റിൽ അടിച്ചു, അതിന്റെ കിടപ്പുണ്ടായി. നിങ്ങൾ എടുത്തു അവന്റെ അകത്ത് ടോപ്പ് 10 ലൈഫ് സ്കിൽസും അതിന്റെ എക്സ്പ്ലനേഷനും മലയാളത്തിൽ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയോ? പോയി നോക്കാൻ ലൈഫ് സ്കിൽസ് ഉണ്ടായി. ഇന്ന് ജീവിത നൈപുണ്യങ്ങൾ ലൈഫ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ് സാമൂഹിക നൈപുണ്യങ്ങൾ. ഇത് രണ്ടും കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അറിയാമേല. ടോപ്പ് 10 അത് 5 അതിന്റെ അകത്താണ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, കോപ്പിംഗ് വിത്ത് ഇമോഷൻ, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, എംപതി എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഇതിന്റെ താഴെ ഞാൻ സാധാരണ അടുത്ത ദിവസം കുഞ്ഞുങ്ങൾക്ക് ഞാനതൊന്ന് പറഞ്ഞു കൊടുക്കാൻ അതിന്റെ അത് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിന്റെ പ്രസന്റേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് നമ്മളെ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതാ കേട്ടോ. ഏതാ? ഈ ലൈഫ് സ്കിൽസ് ആൻഡ് സോഷ്യൽ സ്കിൽസ്. ഇത് നമ്മളെ പണ്ടത്തെ കാലത്തുണ്ട്. സോഷ്യൽ സ്കിൽസ് ആണ് അങ്ങോട്ട് പോയി അവന്റെ മാവേലെറിഞ്ഞു, അവിടെ ഒന്ന് ഓടി, അത് കഴിഞ്ഞ ശേഷം ഇങ്ങേപ്പുറം വന്നു, ചേട്ടന്റെ അടുത്ത് പോയി അവരൊരു എന്തെങ്കിലും ഒന്ന് പറിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ആ സോഷ്യൽ ഇന്ററാക്ഷനെ. ഇന്ന് ഇതൊന്നും വേണ്ട. നമുക്ക് ആകെപ്പാടെ അക്കാഡമിക് അച്ചീവ്മെന്റ് സ്കിൽ 100 മേടിക്കണം. എന്നിട്ട് മന്ദബുദ്ധിയെ പോലെ ഇങ്ങനെ ആരോടും മിണ്ടാതെ പറയാതെ വീടിന്റെ അകത്ത് കയറിയതിനു ശേഷം ഇത് പറയണം. ഇത് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവര് ജീവിക്കാനും അറിയാനും അവസാനം ഡൈവോഴ്സിന് പോകേണ്ട കേസ്. So academic achievement, skill and then change of lifestyle and attitude. In each ഓരോ ടൈമിലും കൊച്ചിന്റെ ലൈഫ് സ്റ്റൈല് പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യാൻ ആണ്. Then the attitude level, basic things കൊച്ചിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കണം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് പേരൻസിനോട്. Then encouraging healthy defense mechanism. That is the defense mechanism is given by Freud. That is 14 or 18 defense mechanisms. അത് ഡീറ്റെയിൽ എടുക്കണ്ട. ഇത് ഓരോ പോസിറ്റീവ് ഡിഫൻസ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യും. നെഗറ്റീവ് അല്ല, അത് ഡെവലപ്പ് ചെയ്യണം. അത് ഇച്ചിരി സൈക്കോളജിക്കലാ. അത് എടുത്ത് പറയാനിപ്പം ടൈമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ദെൻ ഹ്യൂമർ അല്ലേ? കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന രീതിയിൽ എന്നാ എടുക്കണം? മനസ്സ് തുറന്ന് ചിരിക്കുവാനായിട്ടും. ചിരിച്ചു കഴിഞ്ഞാൽ എന്നാ കൂടും? ആയുസ് കൂടും. ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നിട്ട് ഞാൻ തമാശ പറഞ്ഞിട്ട് പലരും ഇതുവരെ ചിരിക്കാതെ ഗൗരവത്തിലിരിക്കും. പലരും തിരിച്ചോട്ടത്തും കണ്ട എന്നാ ഈ പിരിവർക്കൊക്കെ പോയി ഇന്നെങ്കിലും നേരെ ജോലിയെ കടന്നുറങ്ങിക്കോട്ടെന്ന് കണ്ട ഞാൻ ചില തമാശയൊക്കെ പറഞ്ഞത്. എന്നിട്ടും എന്നാ എടുക്കുക? ഇവരിങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുന്ന അവസ്ഥ. അപ്പം മനസ്സ് തുറന്ന് ഒന്ന് കുടുംബാന്തരീക്ഷത്തിൽ ഒരു 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 സ്നേഹത്തിന്റെ അറ്റ്മോസ്ഫിയറിലെ ഒരു ഹ്യൂമർ സെൻസോടെ ഇടപെടാനുള്ള മാനസികാവസ്ഥ ഇന്ന് കുടുംബത്തിൽ നഷ്ടപ്പെട്ടതാ ഉണ്ടോ? എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങൾ പറഞ്ഞ് തമാശ പറഞ്ഞ് ഒന്ന് ചിരിച്ച് ഇടപെടാണ്ട് പറ്റും. എത്ര പേർക്ക് കുടുംബത്തിൽ പറ്റുന്നുണ്ടോ? കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെട്ടെ, അവർ പറയുന്ന തമാശ കേട്ടെ. ഞാൻ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എന്റെ മോൻ നല്ല ഒന്നാന്തരം തമാശ കളിക്കുന്നു പറയും. അവൻ നല്ല വിട്ട് പറയാൻ മിടുക്കനാണ്. അവൻ എന്നെയും കൂട്ടിയത് പറയും. ഇളയവൻ നല്ല മിടുക്കനാണ്. കാരണം അതൊക്കെ ഞാൻ തമാശ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അന്നേരം അവൻ അതിന് മറുപടി പറഞ്ഞു. ഇളയവൻ ഓരോന്നിനും എന്നെ കൂട്ടി അവൻ പലക്കാണ്ടും പറയും. പക്ഷെ എന്നാലും അത് ഒരു പരിധി വരെ നമ്മളെന്താണ് ആ പ്രായത്തിൽ അത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്കൊരു ഹ്യൂമർ സെൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല. തുറന്ന് പറഞ്ഞ് ചിരിച്ച് ആ സ്നേഹത്തിന്റെ അറ്റ്മോസ്ഫിയർ ഇന്ന് ഫാമിലിയിലുണ്ടോ? പറ.
എല്ലാവരും ഭയങ്കര ബിസിയാണ്, സീരിയസ് മൈൻഡാണ് കുഞ്ഞുങ്ങളുമായിട്ട്. ഇത് നമ്മുടെ കാലഘട്ടത്തിൽ മാറ്റണം. നമ്മൾ കുഞ്ഞുങ്ങളുടെ ആ ഇടപെടാവുന്ന ഒരു പ്രായമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇടപെടാൻ പറ്റുന്നത് കൊച്ചുങ്ങളെ പറ്റുന്നത് ഒരു 10, 12, 13, 14 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ. അവിടെ നമ്മൾ ഭംഗിയായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. Then reinforcement. In every moment we will reinforcement the positive attitude. നമ്മളെ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കൊച്ചിനെ വഴക്ക് പറഞ്ഞാൽ മാറ്റുണ്ടായി. നേരെ മറിച്ച് വഴക്ക് പറയാൻ പോകും തോറും ഇവന്റെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളെ ഒന്നുകൂടെ എന്നെടുക്കുക, അടിച്ച് ഏൽപ്പിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ആ നെഗറ്റീവ് അല്ലാതെ അതിന് വിരുദ്ധമായിരിക്കുന്ന നല്ല ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിനെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്ത് ഒരു അവാർഡ് കൊടുക്കണം. അവാർഡ് കൊടുത്തു കഴിയുമ്പോൾ അത് മാറും. അല്ലാതെ നമ്മളെ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, രാവിലെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന ഈ രാവിലെ ഇറങ്ങി പോകാൻ നേരത്തെ ഭാര്യ പറയും, ഇന്ന് കള്ളു കുടിച്ചിട്ട് വരരുതെന്ന് രാവിലെ പറയും. എന്നാന്നറിയോ? അന്നേരം പുള്ളിക്കാരൻ എന്നെ എടുക്കുക, വൈകിട്ട് കുടിച്ചിട്ട് വരണമെന്ന് ഓർപ്പിക്കുക. ദൈവത്തെ ഓർത്ത് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അവനെ ഇന്ന് കുടിക്കാണെന്ന് വിചാരിക്കുന്നവൻ എന്നെ എടുക്കുക, രാവിലെ കുടിക്കണമെന്ന് ഓർപ്പിച്ചു വിടുക. അല്ല, ഇത് അവൻ അന്നേരം എടുക്കും. നേരെ മറിച്ച് അതല്ല, ഇവർക്ക് കിട്ടിയ സന്തോഷകരമായിരിക്കുന്ന ഒരു ജീവിതത്തിന് അനുഭവം പറഞ്ഞിട്ടെ, ഈ അനുഭവം ഞാൻ ഇന്ന് നിങ്ങളിൽ നിന്ന് വരുമ്പോൾ പ്രതീക്ഷിക്കുന്നു പറഞ്ഞ് അവരെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യണം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഞാനിപ്പോ എവിടെ ഇരുന്ന് പറയാം, ഞാൻ പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇവിടെ ഇരുന്നതിന് ശേഷം ഞാനിപ്പോ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ആരും മനസ്സിലൊരു കുരങ്ങിനെ കാണണ്ട. ആരും എന്നാ കാണണ്ട? കുരങ്ങിനെ കാണണ്ട. ഇപ്പൊ എന്നാ കണ്ട് മനസ്സിൽ ഇവിടെ ഇരുന്ന് എല്ലാരും എന്നാ കണ്ട്? എല്ലാരും കുരങ്ങിനെ കണ്ടു കഴിഞ്ഞു. കാണാത്ത എത്ര പേരുണ്ട്? കൈ പോക്കാം. ആരും പറയാം. ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അന്നേരം നമ്മളത് റീഇൻഫോഴ്സ് ചെയ്യും. അതുകൊണ്ട് ചേഞ്ചിങ് ബിഹേവിയർ ചെയ്യണ്ടെന്ന് പറഞ്ഞു നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ചെയ്യരുതെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് നമ്മൾ ആ പെരുമാറ്റം റീഅഫയർ ചെയ്തു കൊടുക്കുക. മനസ്സിലായില്ലേ? അത് റീഅഫയർ ചെയ്തു. നേരെ മറിച്ച് അവരുടെ പോസിറ്റീവ് അനുഭവങ്ങൾ എടുത്ത് അതിനെടുത്ത് കൊടുക്കണം, റീഇൻഫോഴ്സ് ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഗെറ്റിംഗ് അതേഴ്സ് സപ്പോർട്ട്. ഇൻ ഈച്ച് മോമെന്റ് നമുക്ക് ഏതെങ്കിലും സഹായങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പറ്റിയ ആൾക്കാരുടെ, ഐദർ ഇറ്റ് ഈസ് എ പ്രൊഫഷണൽ കൗൺസിലർ ഓർ എ പാരിഷ് പ്രീസ്റ്റ് ഓർ എ സീനിയർ ടീച്ചർ ഓർ എനി ഇമ്പോർട്ടൻറ്റ്, ഓരോ സമയത്തും എന്തെങ്കിലും ടാക്കിൾ ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ ആ ടൈമിൽ ഇന്റർവെൻഷൻ നമ്മൾ നേരെ ചെയ്യേണ്ടത്. ആ സമയത്തെല്ലാം നാട്ടുകാർ അറിയരുതെന്ന് പറഞ്ഞ് നമ്മൾ ഈ കാര്യം നടക്കും. അങ്ങനെ പോയി പറയുന്നത്, അങ്ങനെ പോയി പറഞ്ഞാൽ അച്ഛൻ അറിയുകയല്ലേ, അച്ഛൻ അറിഞ്ഞാൽ മോശമല്ലേ, അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോയി പറയുകയില്ല, അല്ലെങ്കിൽ ടീച്ചറിനോട് പറയില്ല, അല്ലെങ്കിൽ സ്വന്തം പേരപ്പനോട് പറയില്ല, അനുജനോട് പറയില്ല. എന്നിട്ട് ഈ പറയുന്നത് മുഴുവൻ ഈ അമ്മ എന്നാ എടുക്കും, അപ്പൻ എന്നാ എടുക്കും? പൊതിഞ്ഞു പിടിക്കും തോറും ഇത് നന്നാകുമോ? അവസാനം ഇത് പരിഹരിക്കാൻ നേരാത്ത സമയത്താണ് ഇതിനെ കൊണ്ട് അച്ഛൻ്റെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഓരോ ടൈമിലി നമുക്ക് ഗെറ്റിംഗ് അതേഴ്സ് സപ്പോർട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് നമുക്ക് എടുക്കുന്ന സിമ്പിൾ റെമഡി ഗൈഡ് ലൈൻ ഫോർ പാരന്റ്സ്. നമ്മൾ അത് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വിഷമിക്കേണ്ട, അധികം സമയം ഞാൻ നീട്ടുകയില്ല. ഞാൻ കൊടുത്തു അങ്ങനെ അത് അടുത്താണ്. ഓക്കെ, പ്ലാൻ ക്വാളിറ്റേറ്റീവ് ടൈം ടുഗദർ. Then be a role model and inculcate values. റോൾ മോഡൽ നമ്മൾ ആരെങ്കിലും റോൾ മോഡലാണോ? അപ്പൻ റോൾ മോഡലല്ല, അമ്മ റോൾ മോഡലല്ല, പള്ളിയിൽ അച്ഛൻ റോൾ മോഡലല്ല, ടീച്ചർമാർ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് റോൾ മോഡൽ ആരും ഇല്ല. ഇന്ന് റോൾ മോഡൽ ആരാ? ഋതിക് റോഷനും കാവ്യ നാരായണ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇപ്പം ഒരു മലയാളവും ഇംഗ്ലീഷും അറിയാൻ മേലാതെ ഒന്നാമതൊരു ഒരു മിക്കവാറും TV വന്ന് അവതാരിക എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം അറിയാം. ധാരാളം രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. അവിടെ ചില ദിവസത്തെ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ പിറ്റേ ദിവസം പറയും, ഇന്ന് രഞ്ജിനി ഇട്ട അവൾക്ക് മലയാളം അറിയാൻ മേല, ഇംഗ്ലീഷും അറിയാൻ. എന്നിട്ട് അവള് വലിയ ഒരു താരമായിട്ട് നടക്കുക. ഇവളൊക്കെ ആരുടെ നമ്മുടെ